ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ സീരീസ് ഓഫ് GTA 5. ഗൈസ്, ഇന്ന് നമ്മൾ ഫ്രാങ്ക്ലിൻ എന്താ പറ്റി ഫ്രാങ്ക്ലിൻ മുഖം അത്ര സുഖമില്ലല്ലോ. ഈ ആൻറ്റീനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അപ്പോൾ നമുക്ക് ഒരു സമാധാനമല്ലോ. അപ്പോൾ ഗൈസ്, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമുക്കൊരു മിഷൻ ഉണ്ട്. സിമിയോൻ്റെ അടുത്ത് പോകണം. നമ്മളെ കാർ ഡീലർഷിപ്പുള്ള സിമിയോ ഉണ്ടല്ലോ, അപ്പോൾ സിമിയോൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ഇന്നലത്തെ മിഷൻ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ ചാനലിലുണ്ടാവും. ആ വീഡിയോ ഒന്ന് പോയി കാണണേ. പിന്നെ അതേപോലെ നമ്മളെ ചാനൽ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരന്മാരാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവണം. കാരണം നമ്മൾ ഇനി ഈ വീഡിയോസ് ഡെയിലി ഇടുന്നതായിരിക്കും. മാത്രമല്ല GTA 5 സീരീസിലെ നമുക്ക് എല്ലാ മിഷൻസും കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഗൈസ്, നമ്മളെ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമിയോൻ്റെ അടുത്ത് പോകണം നമുക്ക് ഇനി കേട്ടോ. അപ്പോൾ നമ്മൾ സിമിയോൻ്റെ ഓഫീസിലോട്ട് പോവാണ്, കാർ ഷോറൂമിലോട്ട് പോവാണ്. സോറി ഗൈസ്, അത് തിരിച്ച് കിട്ടിയില്ല കേട്ടോ. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, തിരിച്ച് കിട്ടാത്തതുകൊണ്ടാണ്. വണ്ടി പോയി നൈസിൽ ഒന്ന് തട്ടിയിട്ടുണ്ട്. ഇവിടെ ക്ലോസ് ആണല്ലോ. നമുക്ക് ഫ്രണ്ടിലേക്ക് പോയേക്കാം. ഫ്രണ്ടിൽ എന്താണ്, ഫ്രണ്ടിലോ. അങ്ങനെ ഗൈസ്, നമ്മളെ സിമിയോൻ്റെ കാർ ഡീലർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ സിമിയോണെ നമുക്ക് നേരിട്ട് കാണാം. എന്താണ് സിമിയോൺ എന്ന് നമുക്ക് തരുന്ന ടാസ്ക് അറിയില്ല. എന്താ സിമിയോണ് കുറച്ച് തിരക്കിലാണല്ലോ. ഒന്ന് ഒരു കാറ് സെയിലൊക്കെ വേണ്ടി തിരക്കിലാണ് പുള്ളി. നമുക്ക് നോക്കാം എന്താ പുള്ളി തരുന്ന ടാസ്ക് എന്ന്. ഓക്കെ, James DeSanta, some kid. He is already late on his payments, and I have this bad feeling that he will do more damage to the car than we can get back from him in the exorbitant interest rate payments. Just go and get it. The house is on Hampstead off Eclipse. It's an SUV. Some Rockford Hills daddy's boy nonsense. Don't worry about it. Try to bring the car back in good condition, huh? Gotcha. Don't worry about it. It's so good to see you, my boy. Hey, good luck in law school, huh? So, Mr. Kenneth, where we at? Financing? ഗൈസ്, എൻ്റെ ചെറിയ ഡൗട്ട് എന്തുണ്ടാവുക നമ്മളെ കാർ മേടിച്ചതിന് നോക്കട്ടാ. ഓ, മിഷൻ ഫെയിൽഡ് അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ ആ ഒരു ഡൗട്ട് തീർന്നെൻ്റെ. Mr. Kenneth, where we at? Financing? ഗൈസ്, അപ്പോൾ ഇന്നത്തെ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി റീപ്രോസസ് ചെയ്യണം. ഒരു SUV വെഹിക്കിള് മൈക്കിൾ ഡിസാൻഡൻ്റെ മകനായ ജെയിംസ് ഡിസാൻഡ, പുള്ളിയുടെ നമുക്ക് എന്ത് ചെയ്യണം. അവന് വെഹിക്കിൾ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. അവനെന്ത് ചെയ്തു, പേയ്മെൻറ്റ് നടത്താൻ ലേറ്റായി. അപ്പോൾ ആ വണ്ടി നമുക്ക് അവിടെ നിന്ന് റിക്കവർ ആയിട്ട് നമുക്ക് നേരെ സിമിയോൻ്റെ അടുത്ത് എത്തിക്കണം. അതാണ് ഇന്നത്തെ മിഷന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോണത് മൈക്കിളിൻ്റെ വീട്ടിലോട്ടാണ്. വണ്ടി എടുക്കണം, തിരിച്ചിങ്ങോട്ട് എത്തിക്കണം. ബാക്കി നമുക്ക് വഴിയെ എന്താണ് നോക്കാം. എന്താ ഉണ്ടാവുന്നത് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. Hey, did you change your mind? When I discover that you betray me, perhaps. I hear you took the bike for yourself, my employee of the month. Listen, man, me and Lamar was gonna get that back to you, dog. Oh, I am sure you will get this car off the daddy's boy, and then we talk. Insurance papers say they have a locked garage, so you'll need to gain access from inside the house. Man, it's never easy with you, is it, Simi? Do not talk to me about easy, you thief. സിമിയോണ് സീനായല്ലോ. നമ്മളിതിന് മുന്നേ ഒരു ബൈക്ക് റീപ്രോസസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെസ്പുച്ചി ബീച്ചിങ്. ആ ബൈക്ക് ലെമർ എന്ത് ചെയ്തു, അവിടെ എത്തിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി ഞാൻ അത് എടുത്തെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അത് ലെമർ കൊണ്ടുപോയിക്കണ്, ആ ബൈക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതും നമ്മളെ പൊക്കും ഇതിനും പൊക്കും. അപ്പോൾ ഇത് പറഞ്ഞ് ഈ വണ്ടി എങ്ങനെ എൻ്റെ അടുത്ത് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവന് വെച്ചത്. ആര്, നമ്മളെ സിമിയോണ്. നമുക്ക് കയറി നോക്കാം. ഇപ്പം നമുക്ക് കയറേണ്ടത് ഇങ്ങോട്ട് വീട്ടിലോട്ട് കയറാൻ മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, ഗേറ്റ് വഴി കയറാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്, മെയിൻ ഗേറ്റിൽ കൂടെ കയറാൻ പറ്റില്ല. ഈ ചെറിയ ഗേറ്റിൽ കൂടെ പോയി നോക്കാം. ടേക്ക് ഔട്ട് ദി ഗാർഡനർ. മെല്ലെ സ്ഥലത്ത് മോഡിൽ പോയിട്ട് മെല്ലെ പുള്ളിൻ്റെ മണ്ടൊക്കെ ഒറ്റടി. നല്ല പുള്ളി കാണാൻ പാടില്ല. ഓ, കണ്ട, അല്ല അടിപൊളി, തീർത്ത്. ഇനി നമുക്ക് മെല്ലെ പോകണം. മെല്ലെ ഇനി എവിടെ ഡോറൊക്കെ എവിടെ? നമുക്ക് കാർ ഷെഡ് തുറക്കാൻ പറ്റുന്നില്ല. നമുക്കിനി ഇങ്ങനെ വഴിയുള്ളത് ബാക്ക് സൈഡിൽ കൂടെ പോകാൻ പറ്റുമോ നോക്കട്ടെ കേട്ടാ. താരം വണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ മുകളിൽ നിന്ന്. അവിടെ ഒരു വിൻഡോ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കയറി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. വിൻഡോ കയറി ഇട്ടിട്ടുണ്ട്. ഇതാരാ സൗണ്ട് ഉണ്ടാക്കുന്നത്? ജിമ്മി ഉണ്ട് കേട്ടാ. ജെയിംസ്. ഇവനാണ് വണ്ടി അവിടെ പേയ്മെൻറ്റ് നടത്താണ്ട് വണ്ടി ഇവൻ്റെ ഇതിൽ നിന്ന് എടുത്തോണ്ടാണ് പറഞ്ഞത്. ആരാ, മോളാണോ? റിട്രീവ് ദ കാർ.
ഇതാരാ? ആ, ജെയിംസ്. ഇവൻ പറഞ്ഞ ശരി, ഇവൻ എപ്പോഴും വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ പണിയൊന്നുമില്ല. ഇവൻ്റെ പോലെ ആവാൻ നമുക്ക് ആഗ്രഹം. വെറുതെ വീട്ടിൽ വീഡിയോ ഗെയിം കളിച്ചിരുന്നാൽ വേറെ വൈബ്. പക്ഷെ അവനൊക്കെ ലൈഫ് റിച്ച് ഡാഡി. ഇതാരാ? ഇത് മകളോ തോന്നണം. മെല്ലെ ഇറങ്ങണം കേട്ടോ. നോയ്സ് ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ സീനാവും, നമ്മളെ പിടി. മെല്ലെ സൗണ്ട് ഉണ്ടാക്കാണ്ട് ഞങ്ങൾക്ക് മെല്ലെ പോകണം കേട്ടോ. ഇതാരാ? ഇത് മൈക്കിളിൻ്റെ വൈഫാണോ? അമാണ്ടി മൈക്കിളാണത്? ഇതാരാ ഗൈസ്? നോക്കട്ടെ ആരാന്ന്. ഇത് അമാണ്ടാണ്, കൺഫേം ആയി. റിയൽ പ്രോ. ഇത് മൈക്കിളല്ലല്ലോ ഗൈസ്. ഇത് കോച്ച് തോന്നുന്നു, ടെന്നീസ് കോച്ച് തോന്നുന്നു. പുള്ളി ഭയങ്കര കോച്ചിങ് ക്ലാസ്സിലാണ്. നമുക്കെന്തായാലും ഇവിടുന്ന് പോവാം. ഇതിവിടെ നമുക്ക് വലിയ റോളില്ല, കാരണം മൈക്കിളും ഇല്ലാത്തതല്ലേ. അപ്പോൾ നമ്മളിവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാനെന്ത് ചെയ്യാം ഗൈസ്? അപ്പോൾ നമുക്ക് കാർ ഷെഡിലോട്ടുള്ള ആക്സസ് കിട്ടിയിരിക്കുകയാണ്. ഇതെന്താ ബാക്ക് സീറ്റിൽ? ഇതെന്താ ഗൈസ്? ബാക്കിലൊരു സാധനം. സീറ്റ് കവർ അല്ല, അത് ഉറപ്പാണ്, കാരണം റെഡ് മാത്രം കാണുന്നുണ്ടല്ലോ. ടേക്ക് ദ കാർ ടു ദ ഡീലർഷിപ്പ്. അപ്പോൾ അങ്ങനെ കാറ് നമ്മൾ സിമോൻ്റെ അടുത്ത് എത്തിക്കണം. അപ്പോൾ നമുക്ക് മെല്ലെ ആരും അറിഞ്ഞൊന്നുമില്ല കേട്ടോ. ഈ ഗേറ്റ് വഴി നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ വന്നത് ചെറിയ ഗേറ്റ് വഴിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി സിമിയോൻ്റെ അടുത്ത് പോവാം. സിമിയോൻ വിളിക്കുന്നുണ്ടല്ലോ, എന്തോ നോക്കട്ടെ. സിമിയോൺ എന്താ പറയണ നോക്കട്ടെ. If you actually bring the repossession to me this time, I can have it back out on the street before the day is done. അങ്ങനെ സിമിയോണ് പറഞ്ഞ് വേഗം വണ്ടി എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ആരിത്? മൈക്കിൾ ഡിസാൻഡാ ഗൈസ്. പിന്നെ മൈക്കിൾ ഡിസാൻഡ് നമ്മളെ വണ്ടിയിലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഗൈസ് അവിടെ എന്തോ ഉണ്ടായിരുന്നു. മൈക്കിൾ ഡിസാൻഡാ, സോറി ഗൈസ്. മൈക്കിൾ ഡിസാൻഡാ വീഡിയോ ഒക്കെ അല്ലേ? You're working a credit fraud. Credit fraud? Be serious, dude. I just worked the fucking repo. I appreciate a kid who without taking responsibility. I appreciate a kid who follows orders without taking responsibility. Yeah, maybe one day we'll have a beer and I'll explain how the world really works. ആകെ സീനായി. മൈക്കിൾ പറയണത് നമുക്കൊരു ദിവസം ഒരു ബിയർ അടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ റിയൽ വേൾഡ് എങ്ങനെ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞുതരാന്നൊക്കെയാണ് പറയണത്. നമ്മൾ ഇനിയിപ്പോൾ കാർ ഡീലർഷിപ്പിലോട്ട് എത്തി. മൈക്കിൾ ചോദിക്കുന്നുണ്ട് അതാണോ സ്ഥലം എന്നിട്ടാ. അപ്പൊ പറയുന്നുണ്ട് ഫ്രാങ്ക്ലിന് അതേന്ന് പറയുന്നുണ്ട്. വണ്ടി ഉള്ളിലോട്ട് ഇടിച്ചു എടുക്കാനാന്ന് പറയുന്നത്. എന്തത് സീനാവല്ലോ. മൈക്കിള് പറയണത് വണ്ടി അതിൻ്റെ ഉള്ളിലോട്ട് എടുത്ത് കയറ്റാനാണ്, ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറ്റണം എന്നാണ് പറയണത്. അപ്പോൾ മൈക്കിള് പറയുന്നല്ലാണ്ട് വേറെ വഴിയില്ല. മൈക്കിൾ ഓൾറെഡി നമ്മളെ ഗൺ പോയിന്റ് നിൽക്കണം, നമ്മളെ തലയുടെ സ്കള്ളടിച്ച് പൊളിക്കുന്നു പറഞ്ഞു. അപ്പോൾ വേറെ വഴിയില്ല, നേരെ എടുത്ത് കയറ്റാട്ടാ. ഓ മോനെ വേറെ ലെവല്. ഫുള്ളെടുത്ത് ഗ്ലാസ് മൊത്തം പോയി. എന്താ ചെയ്ത് ഇവനൊക്കെ പേടിച്ചു കിട്ടാ. അങ്ങനെ മൈക്കിള് ഫ്രാങ്ക്ലിന് കുറച്ച് പൈസ കൊടുത്ത് നിന്റെ ജോലി നീ പോയിക്കോ പറഞ്ഞു വീട്ടിലേക്ക്. ഇനി എന്താ, ഇനി സിമിയോണെ മൈക്കിള് പഞ്ഞിക്കിടും. അതാണ് ഇപ്പൊ ഇത്ത സീൻ വരാൻ പോണേ. I spit on punks like you. You recognize this car? Huh? Does it look like it's worth $5,000 a month to you? You fucking racist. I'll tell you something. This thing's gonna need some serious body work for it's worth $5,000 a month. He agreed to financing. I have his signature. Yeah. Did he agree to have some punk break into my fucking house? I don't know. That kid might be a fucking idiot. But you are a fraudulent. അങ്ങനെ മൈക്കിള് പറയണത് ഈ പരിപാടിക്ക് നിൽക്കരുത്, അതേപോലെ ഇനി ഇങ്ങോട്ട് വരുത്തിക്കരുത്. അങ്ങനെ 5 ഡയലോഗ് അടിച്ചിട്ടാണ് മൈക്കിള് സിമിയോൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് പോണത്. ഒരു BGM ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പം ഇടുന്നില്ല, അതിനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മളെ മിഷൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യുക, നമ്മളെ അവസാനം വരെ സപ്പോർട്ട് ചെയ്യുക. GTA 5 സീരീസിലെ എല്ലാ വീഡിയോസും നമ്മൾ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ഗൈസ്.